ഫാദർ ഫിലിപ്പ് കവിയിൽ ഇവിടെ ഇപ്പോൾ നമുക്കറിയാം, ഒന്നും പകരം വെക്കാനാകില്ല. ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ വലിയ നഷ്ടം ആ കുടുംബങ്ങൾക്ക് ഉണ്ടായിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടപരിഹാരം തന്നുകൊണ്ട് തീർക്കാൻ കഴിയുന്ന വിഷയവുമല്ല. എങ്കിൽ പോലും അത്തരം നടപടികൾ താൽക്കാലിക ആശ്വാസം മാത്രമാകുന്ന നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ഗൗരവമായി കണ്ടുകൊണ്ടുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നുണ്ട്. ഇന്നും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുന്നു, ചില നടപടികൾ എടുക്കുന്നു. അതിനു അപ്പുറം എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എന്താണ് ഏറ്റവും അടിയന്തരമായി സർക്കാരിൽ നിന്നുണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ? ഈ ഉയരുന്ന ജനരോഷം അത് നിയന്ത്രിക്കേണ്ടതുണ്ട്. അത് കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയുമില്ല. ഒരു ഭരണാധികാരികളെ സംബന്ധിച്ചും അത് സാധ്യമല്ല. അപ്പോൾ ഏറ്റവും അടിയന്തരമായി നിങ്ങൾക്ക് വേണം, ഇതിനപ്പുറം വേണമെന്ന് നിങ്ങൾക്ക് പറയാനുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ളത് ഇവിടുത്തെ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയെ കുറിച്ച് തന്നെയാണ്. ഞാൻ ഒരു കക്ഷി രാഷ്ട്രീയത്തിൽപ്പെട്ട ആളല്ല, പക്ഷേ ഇവിടുത്തെ ജനങ്ങള് നിരന്തരം എന്നോട് സംവദിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ കഴിഞ്ഞ ഡിസംബർ മാസം 11-ാം തീയതി തൊട്ട് 23-ാം തീയതി വരെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ കത്തോലിക്ക കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കള് ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകളുടെ വിഷമങ്ങള് പൊതുസമൂഹത്തെയും സർക്കാരിനെ അറിയിക്കുവാൻ വേണ്ടി അതിജീവന യാത്ര നടത്തി. അതിലെ ഒന്നാമത്തെ ആവശ്യമായിരുന്നു വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്ന് ഇവിടുത്തെ മലയോരങ്ങളിലെ ആളുകളെ സംരക്ഷിക്കുവാനുള്ള നടപടികൾ സത്വരമായി ഗവൺമെന്റ് സ്വീകരിക്കണമെന്ന്. അന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ട ഈ ജനകീയ സ്വരം സർക്കാർ കേട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ അത്യാഹിതം ഉണ്ടാകുമായിരുന്നില്ല. എനിക്ക് ചോദിക്കുവാനുള്ളത്, ഇന്നത്തെ ചർച്ചയിൽ പോലും വിവിധ രാഷ്ട്രീയ കക്ഷികളിലുള്ളവര് പരസ്പരം പഴിചാരി ഒരിടത്തും എത്തിക്കാത്തൊരു സ്ഥിതിയാണുള്ളത്. ഇടതുപക്ഷം കോൺഗ്രസിനെ കുറ്റം പറയുന്നു, കോൺഗ്രസ് BJPയെ കുറ്റം പറയുന്നു, BJP കേരളത്തെ കുറ്റം പറയുന്നു. ഇങ്ങനെ പോയാല് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന് എവിടെയാണ് ഒരു അത്താണി? ഇവിടെ മനുഷ്യൻ മരിച്ചു വീഴുമ്പോൾ അതിനെക്കുറിച്ച് തർക്കിച്ചുകൊണ്ട് നിൽക്കുകയല്ല ചെയ്യേണ്ടത്. ഇതിന് മുൻ പ്രതിവിധികൾ നമ്മൾ കണ്ടെത്തണം. ഈ മരിച്ചുപോയ അജീഷിന്റെ, കാട്ടാന ചവിട്ടിക്കൊന്ന അജീഷ് എന്ന സഹോദരന്റെയും അതുപോലെ ഇന്ന് പോൾ എന്ന സഹോദരന്റെയും മക്കള്, ആ പെൺമക്കള് കരഞ്ഞുകൊണ്ട് പറഞ്ഞ ആ വാക്കുകള് ഈ കേരള മനസാക്ഷിയെ അലിയിക്കേണ്ടതല്ലേ? സർക്കാരിന് അതെങ്ങനെ അവഗണിക്കാൻ പറ്റും? ആ കൊച്ചുങ്ങൾ പറഞ്ഞത് എന്താണ് കരഞ്ഞുകൊണ്ട്? എന്റെ ഡാഡിക്ക് പറ്റിയ ദുരിതം ഇനി ഒരു മനുഷ്യനും ഈ നാട്ടിൽ സംഭവിക്കരുതെന്ന് അജീഷിന്റെ മകള് പറഞ്ഞു. അതിനുശേഷം അധികം വൈകാതെയാണ് രണ്ടാമത്തെ ദുരന്തവും സംഭവിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ ഒരു സ്ത്രീയെ പിടിക്കാൻ കടുവ ചാടുന്നതിന്റെ ഒരു വീഡിയോ നമ്മള് മാധ്യമങ്ങളിലൂടെ കണ്ടു. ഇന്ന് ഞാൻ കാസർഗോഡുള്ള കത്തോലിക്ക കോൺഗ്രസിന്റെ ഒരു നേതൃയോഗത്തിൽ ചെന്നപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അച്ഛാ, നമ്മൾ ഇങ്ങനെ രാഷ്ട്രീയക്കാരോട് ഗവൺമെന്റിനോട് അപേക്ഷിച്ചുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഈ ജനപ്രതിനിധികള് നമ്മളുടെ സുരക്ഷിതത്തിനു വേണ്ടി ഇടപെടാത്ത സാഹചര്യത്തില് നമുക്ക് കർഷകരുടെ പ്രതിനിധികളെ ലോക്സഭാ ഇലക്ഷൻ നിർത്തണമെന്ന് അവർ പറഞ്ഞു. ആ പറഞ്ഞവര് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ളവരായിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തി. കത്തോലിക്ക കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ആളുകള് പല രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവര്, മാർക്സിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, BJPക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ കത്തോലിക്ക കോൺഗ്രസ് ഒരു രാഷ്ട്രീയം പറയാണെന്ന് വിചാരിക്കരുത്. അവരുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ സർക്കാരിന്റെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പച്ചയ്ക്ക് പറയേണ്ടി വരും. കാരണം ഈ സർക്കാർ വേണ്ട സമയത്ത് മുൻവിധികൾ സ്വീകരിക്കുന്നില്ല, പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നില്ല. ഈ ആന ഇറങ്ങി വന്നത് വെറുതെ ഇറങ്ങി വന്നതാണോ? ഇതിന് ആനയ്ക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു? നമ്മുടെ വനപാലകർ എന്താണ് ചെയ്യുന്നത്? വനം വന്യജീവി വകുപ്പ് എന്താണ് ചെയ്യുന്നത്? വനം വന്യജീവി വകുപ്പിന്റെ മന്ത്രി എന്തുകൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നമുണ്ടായിട്ട് ആ പ്രദേശത്തേക്കൊന്നും തിരിഞ്ഞു നോക്കാത്തത്? നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടില് ഒരു ദുരന്തം ഉണ്ടായാൽ ഉടനെ സർക്കാർ എന്താണ് ചെയ്യുന്നത്? ഓരോ മന്ത്രിമാരെയും ആ ദുരന്ത ബാധിത പ്രദേശത്തേക്ക് മുഖ്യമന്ത്രി നിയമിക്കും, അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കും. അവരുടെ നേതൃത്വത്തില് ഉദ്യോഗസ്ഥർ ഒറ്റക്കെട്ടായി നിന്ന് ജനങ്ങൾക്ക് സുരക്ഷയും ജീവന് സുരക്ഷയും നൽകാനുള്ള നടപടികൾ സ്വീകരിക്കും. ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഈ വയനാട്ടിൽ ഉണ്ടായിട്ട്, ഇടുക്കിയിൽ ഉണ്ടായിട്ട്, കണ്ണൂരിന്റെ മലയോര കേന്ദ്രങ്ങളിൽ ഉണ്ടായിട്ട്
എന്താണ് ഈ സർക്കാർ ചെയ്യുന്നത്? പ്രിയപ്പെട്ടവരെ, ഇത് ഈ വയനാട്ടിൽ മാത്രമുള്ള ഒരു സംഭവമല്ല. ഇന്ന് ഞാൻ കാസർഗോഡ് പനത്തടി എന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, ഇന്നലെ ബളാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പിതാവിനെയും മകളെയും സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന പിതാവിനെയും മകളെയും കാട്ടുപന്നി ആക്രമിച്ചിട്ട് അവരിപ്പോൾ കാഞ്ഞങ്ങാട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് എന്ന് പറഞ്ഞു. ഇന്നത്തെ ദീപിക പത്രത്തിൽ വലിയ കൃത്യമായ വാർത്തയുണ്ട്. പല സ്ഥലങ്ങളിൽ ഇത് ആവർത്തിച്ച് എത്രയോ ജീവനുകൾ പൊലിഞ്ഞു. ഒരു മനുഷ്യജീവൻ പൊലിയാൻ വേണ്ടി കാത്തിരിക്കണമോ നമ്മുടെ വനം വന്യജീവി വകുപ്പിന് ഈ മൃഗങ്ങളെ കാട്ടിൽ നിർത്താനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ? ഇവിടുത്തെ ഗവൺമെന്റുകൾ എന്തെടുക്കുകയാണ്? ജനത്തിന് സുരക്ഷിതത്വം നൽകാൻ, ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകുക എന്നുള്ളത് തന്നെയാണ് ഓരോ സർക്കാരിന്റെയും പ്രധാനവുമായ ദൗത്യം. അത് കഴിഞ്ഞു മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. നമ്മുടെ ജീവന് നഷ്ടപ്പെടുന്ന സാഹചര്യത്തില് ഇന്ന് ഞാൻ കണ്ട വയനാട്ടിലെ പ്രക്ഷോഭം, പ്രിയപ്പെട്ടവരെ, പൊറുതിമുട്ടിയ ജനം. അണ മുട്ടിയാല് ചേരയും തിരിഞ്ഞു കടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണക്കാരായ ജനം, ഞാൻ വിചാരിക്കുന്നില്ല അത് കോൺഗ്രസ് പാർട്ടിക്കാരോ BJP-ക്കാരോ അല്ലെങ്കിൽ ഏതൊരു പ്രത്യേക മതഭാഗത്തിൽപ്പെട്ടവരല്ല, എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു മുസ്ലിം മത നേതാവ് പറഞ്ഞു, അവിടെ പറയുന്നത് ഞാൻ കേട്ടു, ഞങ്ങൾക്ക് മതമല്ല വിഷയം, ഇവിടെ സാധാരണ കർഷകന്റെ വിഷയമാണ്. ഒരു വൈദികൻ അവിടെ പറഞ്ഞു, ഇവിടെ നിങ്ങൾ മതത്തെ കൂട്ടിക്കുഴയ്ക്കണ്ട, ഇത് സാധാരണ കർഷകന്റെ വിഷയമാണ് വയനാട്ടില്. ഈ മതത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മരിച്ച രണ്ടുപേരും കത്തോലിക്കരായ ആളുകളാണ്. ഞങ്ങൾ പക്ഷെ മതമല്ല പറയുന്നത്. ഒരു കത്തോലിക്കൻ മരിച്ചാലും ഒരു ഹിന്ദു മരിച്ചാലും ഒരു മുസ്ലിം മരിച്ചാലും ഒരേപോലെയാണ് ജീവൻ നഷ്ടപ്പെടുന്നത്. നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ വിഷയത്തെ അഡ്രസ് ചെയ്തേ മതിയാവൂ. പ്രിയപ്പെട്ടവരെ, ഗവൺമെന്റുകള് ഇതിനെതിരെ സത്വര നടപടി എടുക്കണം. എടുത്തില്ലെങ്കിൽ എടുപ്പിക്കും. ഞങ്ങൾ ഈ 22-ാം തീയതി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തില് തലശ്ശേരി, താമരശ്ശേരി, മാനന്തവാടി രൂപതകളുടെ നേതൃത്വത്തില് എല്ലാ ആളുകളെയും, എല്ലാ വിഭാഗം ആളുകളെയും സംയോജിപ്പിച്ച് വയനാട്ടില് കൽപ്പറ്റയിലുള്ള കളക്ടറേറ്റിന് മുമ്പില് ഉപവാസ സമരം, ഗാന്ധിയൻ മാർഗത്തില് ഉപവാസ സമരം ഞങ്ങള് 10 മണിക്ക് തുടങ്ങുകയാണ്. 2:30 റാലിയും ബഹുജന പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും നടത്തും. അഭിമന്യ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാനി പിതാവ് ഈ റാലി ഉദ്ഘാടനം ചെയ്യും. മാനന്തവാടിയുടെ അഭിമന്യനായ പിതാവ് മാർ ജോസ് പൊരുന്നേടം പിതാവ്. ശരി, എന്തായാലും ശക്തമായ പ്രതിഷേധത്തിലേക്കാണ് കത്തോലിക്ക കോൺഗ്രസ് മറ്റ് സഭകളും ഒക്കെ നീങ്ങുന്നത് എന്നത് കൂടിയാണ് പറയുന്നത്. എന്തായാലും ജനങ്ങളോട് ഇന്ന് പലരോടും സംസാരിക്കുമ്പോൾ വോട്ട് ചോദിച്ച് ആരും ഇങ്ങോട്ടേക്ക് വരണ്ട എന്നതുൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. വളരെ വൈകാരികമായ പ്രതികരണങ്ങളും ഒക്കെ ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. എന്തായാലും പ്രതിഷേധം അണപൊട്ടിയ രീതിയിൽ തന്നെയാണ് ഇന്ന് അവിടെ കാര്യങ്ങൾ കണ്ടത്.